ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മകളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളും വിദ്യാഭ്യാസ വാർത്തകളും എക്സാം ടിപ്സും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇന്ന് എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് സ്റ്റാറ്റിക്സ് കാരണം സഹിതം നിരത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ഇത്തവണ 2025 പബ്ലിക് എക്സാമുകളിൽ ഞാൻ ഈ പറയുന്നത് SSLC മാത്രമല്ല, +1 +2 അടക്കം A+ കൂടാൻ സാധ്യതയുണ്ട് എന്ന് പല അധ്യാപകരും പറയുന്നതിന് പിന്നിലുള്ള സത്യം എന്താണ്? ഒരുപാട് പേര് അല്ലാതെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ഇത്തവണ A+ കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. സോ 2-3 കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വിശദമായിട്ട് തന്നെ നോക്കാം. തീർച്ചയായിട്ടും ഇത് കേട്ടാൽ, ഇത് കണ്ടാൽ ആശ്വാസമാകും ഈ അവസാന സമയത്ത് എന്ന് വിചാരിക്കുന്ന രക്ഷകർത്താക്കൾക്ക് ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ 2025, അതായത് കഴിഞ്ഞ വർഷം ക്ലാസ് 10 SSLC-കാർക്ക് നിങ്ങളുടെ വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 99.5 ആയിരുന്നു. അതായത് 4,24,583 കുട്ടികൾ SSLC-യിൽ എല്ലാ വിഷയങ്ങളും ജയിച്ചുകൊണ്ട് ഹയർ എഡ്യൂക്കേഷനിലേക്ക് എന്ത് ചെയ്തു, അഡ്മിഷന് യോഗ്യത നേടി, അതായത് ജസ്റ്റ് പാസ്സായി എന്നുള്ളതാണ്. ഇതിൽ തന്നെ 71,000-ലധികം കുട്ടികൾക്ക് 2024 A+ കിട്ടുകയും 2025 വന്നു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു വ്യത്യാസമാണ്. ഇനി +2-ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 77.81 77.81% ആണ് ഏകദേശം നിങ്ങൾക്ക് ലഭിച്ച വിൻ പെർസെൻറ്റേജ്. അപ്പോൾ അതിൽ തന്നെ A+കളുടെ എണ്ണം കുറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് അവസാനം വന്ന +2 സ്ട്രീമിന്റെ സയൻസിന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവസാന സമയത്ത് കെമിസ്ട്രിയും മറ്റ് പല സബ്ജക്ട്സും ആവശ്യത്തിലധികം ടഫായിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്ട് നിങ്ങൾ ഇതിൽ കണ്ടു. അതിൽ തന്നെ സയൻസ് ആണ് ടോപ്പായിട്ട് നിന്നത്. 83.25% ആണ് ബാക്കി സ്ട്രീമുകളെ വെച്ച് നോക്കുമ്പോൾ സയൻസിന് ലഭിച്ച മാർക്ക്. 2024 കേസ് എടുത്തു കഴിഞ്ഞാൽ 99.69 ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസും വന്നു. A+കളുടെ എണ്ണത്തിലും ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തവണ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും, അർഹതപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തവണ ഉറപ്പാക്കാനുള്ള നടപടികൾ, അതായത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരേണ്ടിയിരിക്കുന്നു. എന്നാലും സർക്കാർ തലത്തിൽ ഗ്രേസ് മാർക്ക് ഉണ്ട് എന്ന അപ്ഡേറ്റ് തന്നെയാണ് ലഭിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷം ഈ A+കളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവ്, അതായത് വരാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഈ +1 +2-ന്റെ അവസാന സമയ പരീക്ഷയിലെ ടഫ്നെസ്സും, SSLC-കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലർക്കും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻസും ചില ഔട്ട് ഓഫ് സിലബസ് രീതിയിലുള്ള സംഭവങ്ങളും വന്നതുകൊണ്ടാണ് അവസാന സമയത്ത് പലർക്കും ആ രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വന്നത്. പക്ഷെ 2026 ഈ വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഈ സിലബസ് മാറി, ടെക്സ്റ്റ് മാറി, ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലുകൾ നിങ്ങളോടൊപ്പം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ട മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മറുപകുതി അല്ലെങ്കിൽ മറ്റൊരു ടൈപ്പ് ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ എക്സാമിനും വരുന്നത്. അത് മറ്റൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, നിങ്ങളെ പഠിപ്പിക്കാത്തതൊന്നും ചോദിച്ച് നിങ്ങളെ ആശങ്കയിലോ കുഴപ്പത്തിലോ ആക്കില്ല. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യനുകൾ വരില്ല. ഇനി അഥവാ വന്നാൽ തന്നെ പുതിയ ടെക്സ്റ്റും സിലബസും ആയതുകൊണ്ട് തന്നെ വാല്യൂഷൻ കമ്പികളിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് അതിനെ സാധൂകരിക്കാനുള്ള നടപടികൾ, മാർക്കിംഗ് സ്കീമുകൾ എന്തായാലും നടപ്പാക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്കുകൾ കുറയാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന്, നിങ്ങൾക്ക് പുതിയ സിലബസുകളൊക്കെ ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ മോഡൽ എക്സാമുകളിൽ കണ്ട പോലെ തന്നെ ഓപ്ഷനുകൾ തന്നിട്ട് നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് എഴുതാനുള്ള ഒരു സാഹചര്യം +1-നും +2-നും SSLC-ക്കും ഉള്ളത് കൊണ്ട് തന്നെ അത് പല വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ഇനി 20% കടികട്ടിയാക്കുക എന്നൊക്കെയുള്ള വാർത്തകൾ തള്ളിയത് കൊണ്ട് തന്നെ ആ രീതിയിൽ പല വിദ്യാർത്ഥികൾക്കും ക്വസ്റ്റ്യനുകൾ ടഫായി വരാനുള്ള സാധ്യതയും കുറവാണ്. ഇനി മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിൽ അതിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിന് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കുറച്ചുകൂടി സ്കോർ ചെയ്യാനും പറ്റും. പിന്നെ വാല്യൂഷൻ ക്യാമ്പുകളിൽ ഇത്തവണ നമ്മളിപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് അത്രയധികം സ്ട്രിക്ട്നെസ് ആയിരിക്കില്ല. അതായത് വിദ്യാർത്ഥികളെ മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അധ്യാപകരൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇത്തവണ ഒരു സ്ലൈഡ്ലി ഹയർ വിൻ പെർസെൻറ്റേജ് ആസ് വെൽ ആസ് A+കളുടെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത. എന്നാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് പറഞ്ഞ് കൊതിപ്പിക്കുന്നതൊന്നുമല്ല, അങ്ങനെയാണ് ആ ഒരു ട്രെൻഡിന്റെ കിടപ്പ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പരമാവധി നന്നായിട്ട് തന്നെ എക്സാമുകൾ എഴുതുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. തൽക്കാലം നിർത്തുന്നു. ബൈ.